കൂട്ടുകാരെ, ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു അമ്മായിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ മഴയായിരുന്നു, മഴ ഇപ്പം മാറിയിട്ടുണ്ട്. ലച്ചുട്ടേ ഹായ് പറയേ. ഓ ലച്ചുട്ട് ഭയങ്കര ഒരുക്കത്തില്ല കേട്ടോ. ഹായ് പറയേ. അങ്ങനെ അതെ ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ലച്ചുട്ടിൻ്റെ ബാഗ് കാണിച്ചു തരാനാണ്. ലച്ചുട്ടി ഹായ് പറയേ. എവിടെ പോണേ? ശരത്തേട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ ശരത്തേട്ടൻ്റെ കാണാനായിട്ട് ശരത്തേട്ടനും ഉമ്മായി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ അവരെ കാണാൻ പോവാണ്. മഴ മാറി നിൽക്കുകയാണ്, പോവാനായിട്ട്. ഇപ്പോൾ ഓട്ടോ കാത്തി നിൽക്കുക. നമ്മൾ മരോട്ടിച്ചാല് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. മരോട്ടിച്ചാല് സെൻറ്റർ തന്നെ കാണണം. മരോട്ടിച്ചാല് സെൻറ്റർ വണ്ടിയിൽ ഫുള്ളാണ്. ചേട്ടൻ പട്ടിക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുക. അയ്യോ നല്ലൊരു മനുഷ്യനാണ്. അതാണ് സ്നേഹം, വർഗസ്നേഹം. നല്ലൊരു സ്നേഹം, മനുഷ്യ സ്നേഹി. പേരെന്നാ മാനത്തെ കൊണ്ട് ചേട്ടൻ്റെ വീട്. ഞങ്ങൾ ഞങ്ങൾ അറിയൂ. ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ കണ്ടക്ടറല്ലേ? ആ ഞങ്ങൾക്കറിയാം. റോഡ് കാണാം. ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ കാണും. മഴ തുടങ്ങിയില്ല കേട്ടോ. അതിനു മുമ്പുള്ള റോഡിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം മഴ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താവും? ഇതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂള്. ഇവിടെയാണ് എൻ്റെ അനിയത്തിയൊക്കെ പഠിച്ചത്. ഞങ്ങളതേ അമ്മാവൻ്റെ വീടെത്തി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാ ഇവിടെ താഴെയാണ്, റോഡിൻ്റെ താഴെയായിട്ടാണ് വീട്. അമ്മാവൻ ഞങ്ങൾ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അമ്മായിയുടെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ അമ്മായി, അമ്മാവൻ, അമ്മച്ചിനും അച്ഛനും പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ തുടങ്ങി, ഇവിടെ അങ്ങനെ തുടങ്ങി. ഒരാളിവിടെ അടമുഴുകണം ഈ അടുക്കളയെന്ന് വന്നു. ഇതാരാ നമ്മുടെ ചേച്ചിയുടെ മോള് വരച്ച ചേച്ചിയുടെ മോള് വരച്ച ഫോട്ടോയാണ് കേട്ടോ. അതാ ഇത് കണ്ട ഇതൊക്കെ അമ്മായിയുടെ മോള് കുട്ടി വരച്ചതാണ് ഈ ഫോട്ടോസ്. അപ്പം നമ്മൾ 2 തവി ചോറ് ഉപ്പും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. കുറച്ച് വെള്ളവും ചേർത്താണ് അരയ്ക്കുന്നത്. ഇത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, 2 കപ്പുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ചോറ് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ നന്നായി കുഴയ്ക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലും കൂടി ചേർത്താണ് കുഴയ്ക്കുന്നത്. നമ്മളിതുപോലെ പരത്തിയിട്ട് 2 സൈഡും വെച്ച് ഒരു പോക്കറ്റ് പോലെ ആക്കുക. നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിതാ ഇതുപോലെ പരത്തുക. കുറച്ച് അതിൻ്റെ മുകളിൽ എന്താ ഓയിൽ തടവുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കുക. ഇവിടെയൊക്കെ നല്ല മഴയാണ് കൂട്ടുകാരെ. അതുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ ഇത് മലയോര മേഖല ആയതുകൊണ്ട് കാറ്റും അതുപോലെ നിറച്ച് മരങ്ങളായതുകൊണ്ട് നമുക്ക് നല്ല പേടിയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. മഴയും ഇതൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലും എടുക്കണം. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ മരങ്ങളാണ് കൂടുതൽ. അതാണ് നമുക്ക് എന്നാല് വേണമെങ്കിൽ ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായി. ഇതൊക്കെയാണ് എല്ലാവരും നല്ല കെയർഫുള്ളായിട്ടിരിക്കണം. പോലെ പൊന്തി വരും. നമ്മളത് നന്നായിട്ട്, ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുന്നതാട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊന്ന് ഇതാക്കുക. അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത്.
ഇവിടെയാണെങ്കിൽ എപ്പോഴും കറണ്ട് പോക്കാം, മിനിറ്റിന് കറണ്ട് പോകും. ഇപ്പോൾ നമ്മൾക്ക് ഇന്നും വീഡിയോ ഇടാനായിട്ട് സാധിക്കില്ല. നിങ്ങളെപ്പോഴും ഒന്ന് കാണുമ്പോൾ ഒന്ന് സബ് ചെയ്യുക. ഇടുന്ന വീഡിയോയ്ക്ക് കൂടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ ജേണി നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് 239 സബ്ബായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും നമ്മളൊപ്പം കൂടുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല എന്താ പറയുക, ഈ പൊറോട്ടയുടെ പോലെ നല്ല ഇതായിട്ട് പൊന്നി നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതാ നമ്മുടെ ഈ കുഴച്ച് വെച്ച ചപ്പാത്തിയുടെ പോലത്തെ ഉള്ളത് നമ്മളിതാ ഉണ്ടാക്കിയിട്ടുണ്ട്.